Hi guys, Assalamualaikum. This is Biju Fahima here. Welcome back to my channel. ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മളെ വീട്ടിൽ എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കോമ്പിനേഷനായ നെയ്ച്ചോറും ഇടിച്ചാണവുമാണ്. ഇതൊരു സ്പെഷ്യൽ ബീഫ് കറിയാണ്. അതിനെന്താ ഇങ്ങനത്തെ പേര് വന്നത് എന്നുള്ളത് ഞാൻ പിന്നീട് പറയാം. ഈ ഒരു സെയിം ഇടിച്ചാണം തന്നെയാണ് സാധാരണ കല്യാണത്തിന് തലേദിവസം, അതായത് മൈലാഞ്ചിക്ക് നെയ്ച്ചോറിൻ്റെ കൂടെ സെർവ് ചെയ്യുന്നത്. കൂടാതെ പള്ളികളിൽ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടാകുമ്പോൾ സെർവ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഇതിന് ആണ്ടുകറി എന്നും പറയാറുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത് കൂടി കാണിക്കുന്നുണ്ട്. നെയ്ച്ചോറ് ഉണ്ടാക്കൽ ഏറ്റവും സിമ്പിളാണല്ലേ. അപ്പോൾ അതിനേക്കാളും സിമ്പിളായിട്ട് റൈസ് കുക്കറിൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് കണ്ടാൽ മനസ്സിലാവും. റൈസ് കുക്കറിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, വേണമെങ്കിൽ ചെക്ക് ചെയ്താൽ മതി. റൈസ് കുക്കർ എസ്പെഷ്യലി ബാച്ചിലേഴ്സ് അല്ലെങ്കിൽ വർക്കിംഗ് ലേഡീസിന് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. കുറഞ്ഞ ടൈമിനുള്ളിൽ ഷടപട ഉണ്ടാക്കാനും പറ്റും. കുറേ ടൈം ചൂട് പോവാതെയും നിൽക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ ഇടിച്ചാണ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഡ്രൈ സ്പൈസസ് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഒരു പാൻ ചൂടായി വന്നാൽ ഇതിൽ 10 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇത് 3-4 മിനിറ്റ് ലോ ഫ്ലെയിമിൽ സോട്ട് ചെയ്തെടുക്കേണ്ടതാണ്. ഒരു ബ്ലാക്കിഷ് കളറായി കിട്ടണം. ഹൈ ഫ്ലെയിമിലൊന്നും വെച്ച് ചെയ്യരുത്, അപ്പോൾ കരിഞ്ഞു പോയാൽ കറിക്കൊരു കയ്പ്പ് ടേസ്റ്റ് വരും. വറ്റൽമുളക് ഇപ്പോൾ ഒരു ബ്ലാക്ക് ഷെയ്ഡായി വന്നില്ലേ, ഈ ഒരു ടെക്സ്ചറിലാണ് റോസ്റ്റ് ചെയ്തെടുക്കേണ്ടത്. ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഇത് പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. കണ്ടില്ലേ, കറക്റ്റായിട്ട് റോസ്റ്റായി വന്നാൽ വറ്റൽമുളക് ഇതുപോലെ ടക്ന്ന് പൊട്ടി വരും. ഇനി സെയിം പാനിലേക്ക് 4 ടേബിൾ സ്പൂൺ മല്ലിയും 1 ടേബിൾ സ്പൂൺ വലിയ ജീരകവും 1 ടീസ്പൂൺ ചെറിയ ജീരകവും 4 ഗ്രാമ്പൂ 4 ഏലക്ക 4 കഷ്ണം പട്ട ഇട്ട് കൊടുക്കാം. ഇതും നേരത്തെ വറ്റൽമുളക് റോസ്റ്റ് ചെയ്ത പോലെ തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വരെ സോട്ട് ചെയ്തെടുക്കണം. ഇത് റോസ്റ്റായി വരുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും. അപ്പോൾ ഇതിലേക്ക് നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച് വറ്റൽമുളക് ഇട്ട് ജസ്റ്റ് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് ചൂടാറിയതിന് ശേഷം വെള്ളമൊന്നും ചേർക്കാണ്ട് മിക്സിയിൽ പൊടിച്ചെടുക്കാം. ഇത് ഒരു ട്രഡീഷണൽ കറിയാണ്. പണ്ട് ഇത് റോസ്റ്റ് ചെയ്തതിന് ശേഷം ഉരലിൽ ഇടിച്ചിട്ടാണ് പൊടിച്ചെടുക്കാൻ. അതുകൊണ്ടാണ് ഇതിന് ഇടിച്ചാണം എന്നുള്ള പേര് വന്നത്. ഇനി ക്ലീൻ ചെയ്തെടുത്ത ബീഫിലേക്ക് പൊടിച്ചെടുത്ത റോസ്റ്റഡ് മിക്സ് ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഞാനിവിടെ 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് പൊടിച്ച മിക്സിയിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് ബീഫും മസാലയും സോക്ക് ചെയ്ത് വെക്കാം. ഇനി ഒരു പ്രഷർ കുക്കറിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നാൽ 2 ഉള്ളി തിൻ സ്ലൈസായി കട്ട് ചെയ്ത് ചേർത്ത് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കണം. ഉള്ളി പെട്ടെന്ന് വാടിക്കിട്ടാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉള്ളി ഇതുപോലെ സോട്ടായാൽ 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 തക്കാളി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കണം. ഇതെല്ലാം ഇതുപോലെ ഒന്ന് ഉടഞ്ഞു വന്നാൽ സോക്ക് ചെയ്ത് വെച്ച ബീഫും മസാല എല്ലാം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് പുതിനയിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് മുങ്ങുന്നത്ര വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നാൽ 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കറി കുക്കായിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് പ്രഷറിൽ റിലീസായപ്പോൾ തുറന്നു നോക്കിയിട്ടുണ്ട്. ഇത് നല്ലൊരു സെമി തിക്ക് ഗ്രേവി ആയിട്ടുള്ള കറിയാണ്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ ലെമൺ സൈസ് പുളി വെള്ളത്തിൽ സോക്ക് ചെയ്തതും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് തിളച്ച് വന്നാൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇടിച്ചാണ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ കറി എന്തിൻ്റെ കൂടെ കഴിക്കാനും നല്ലൊരു കോമ്പിനേഷനാണ്. പക്ഷേ എൻ്റെ ഫേവറേറ്റ് നെയ്ച്ചോറിൻ്റെ കൂടെയാണ്. അപ്പം നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കിയാലോ. നെയ്ച്ചോറ് ഞാൻ ഇന്ന് ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ റൈസ് കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. ആദ്യം ഒരു പാൻ വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീയും 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വന്നാൽ സ്പൈസസ് ആഡ് ചെയ്യാം. എന്നിട്ട് ഒരു ഹാഫ് ഉള്ളി തിൻ സ്ലൈസ് ചെയ്തത് തൊട്ട് അധികം കളർ ചേഞ്ച് ആവാണ്ടൊന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി ഇത്രമാത്രം സോട്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ നെയ്ച്ചോറിന് നല്ലൊരു വൈറ്റ് കളർ കിട്ടൂല. ഇനി ഇത് ഡയറക്റ്റ് റൈസ് കുക്കറിൻ്റെ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് സാധാരണ പച്ചവെള്ളമാണ്. ഞാൻ ഇന്ന് 3 കപ്പ് അരിക്കാണ് നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത്. 1 കപ്പ് അരിക്ക് 1.25 കപ്പ് വെള്ളമാണ് ഒഴിക്കേണ്ടത്. കഴുകി ഊറ്റിയെടുത്ത അരിയും ഇതിലേക്ക് ഇട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. ഉപ്പ് മുമ്പിട്ട് നിൽക്കുന്ന രീതിയിലാണ് ഇട്ട് കൊടുക്കേണ്ടത്. നമ്മൾ സാധാരണ നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. ഇനി ഇതിൻ്റെ ടോപ്പ് അടച്ചു വെച്ച് സ്വിച്ച് ഓൺ ചെയ്ത് ഈ ഒരു ബട്ടൺ താഴോട്ടേക്ക് പ്രസ് ചെയ്യാം. ഇനി ഇത് കംപ്ലീറ്റ് കുക്കായാൽ ബട്ടൺ പൊങ്ങി നിൽക്കും. അതുവരെ ഇത് തുറന്നു നോക്കാനേ പാടില്ല. അരിൻ്റെയും വെള്ളത്തിൻ്റെയും പ്രൊപ്പോർഷൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് കുക്കായി കിട്ടും. റൈസ് കുക്കറിൻ്റെ ഫംഗ്ഷനിങ് സിമ്പിളായി പറഞ്ഞാൽ എത്ര വെള്ളം ഒഴിക്കുന്നോ അത് കംപ്ലീറ്റ് വറ്റി വരുന്നവരെ കുക്കായി
ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അരിൻ്റെയും വെള്ളത്തിൻ്റെയും പ്രൊപ്പോർഷൻ കറക്റ്റ് ആവണമെന്ന്. ഓവർ വെള്ളമായാലും ഓവർ കുക്കായിട്ട് ചോറ് കന്നിയാവാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഈ ഒരു റൈസ് കുക്കറിലാകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കൊന്നും വേണ്ട. ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും പോവാം. കുക്കായാലും ഓട്ടോമാറ്റിക്കലി ഓഫ് ആയിക്കോളും. കുറേ മണിക്കൂർ വരെ ചൂട് നിൽക്കും. അപ്പോൾ റൈസ് ഇവിടെ കുക്കായിട്ടുണ്ട്. കണ്ടില്ലേ, ഒട്ടിപ്പിടിക്കൊന്നും ചെയ്യാതെ കറക്റ്റ് ടെക്സ്ചറിൽ റൈസ് കുക്കായിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ഇടിച്ചാണോ ആവി പറക്കുന്ന നെയ്ച്ചോറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്നും നോക്കണ്ട്, പെട്ടെന്ന് തന്നെ ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, അതിലോ മെസ്സേജ് ചെയ്യണം. ഈ ഒരു റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ കീപ് വാച്ചിങ്. താങ്ക് യു.